90+ My Tuition app. ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. ആശയുടെ പുതിയ പദ്ധതികളില്ലാത്ത, സുമേഷിന്റെ കുത്തിത്തിരിപ്പില്ലാത്ത, അച്ഛൻ്റെ പിശുക്കുത്തരം ഇല്ലാത്ത നല്ലൊരു ദിവസമായിരിക്കണേ എൻ്റെ പൊന്നു ഭവാനെ. നന്നായിട്ട് പോകാൻ പറ്റണേ ഈശ്വര. എല്ലാ അനുഗ്രഹവും തരണേ പൊന്നു ഭവാൻ. തലയും കുത്തി വീഴാത്ത ദിവസം കൂടെ ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കണമായിരിക്കും. ദൈവത്തിനും തെറ്റു പറയാൻ പറ്റൂല. കട്ടിൽ കിടന്നപ്പോഴത്തേക്ക് സുഖം കൂടി പോയി. അതുകൊണ്ട് കുറച്ചു നേരം തറയെ കിടക്കാന്ന് വിചാരിച്ച് തലയും കുത്തി വീഴണി വന്ന് പിടിച്ചടിപ്പിക്കൊണ്ട് പറ്റിയോ? ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അവിടെ എവിടെ കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കല്ലെന്ന്. എനിക്ക് എന്താ പ്രാന്താണ് അവിടെ ഇവിടെ വെള്ളം കൊണ്ടൊഴിക്കാൻ? ഞാനൊന്നും അല്ല. പിന്നെ ഈ വെള്ളം എവിടെ നിന്ന് വന്നേ? അത് പിള്ളേരും എല്ലാം അവിടെ നിന്ന് കരഞ്ഞായിരിക്കും, കണ്ണീര് വീണതായിരിക്കും. ഇത്രത്തോളം കരയാൻ വേണ്ടിയിട്ട് അവർക്ക് എവിടെ നിന്നടി ഇത്ര കണ്ണീര്? ഭയങ്കര ദുരിതമല്ല ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. അവർക്ക് വേണ്ടല്ലോ ഞാൻ ഇവിടെ ചെയ്യുന്നില്ലേ? ഉണ്ട്. അതിപ്പോ എന്തെങ്കിലും ഒരു വെള്ളം വീണതായിരിക്കും, അതങ്ങ് തൂത്ത് കളഞ്ഞാ പോരെ. എടി ഞാൻ താഴെ ചർക്കടിച്ച് വീടിച്ച് തലയിടിച്ച് ചത്തയ്ക്ക് എന്തോ എടുത്തടി. അങ്ങനൊന്നും ചാവത്തില്ല. അതെന്തടി നിനക്കൊരു നിരാശ പോലെ? എന്നായിട്ട് തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടി നീ മനഃപൂർവ്വം ചെയ്തല്ലേടി ഇത്? മനഃപൂർവ്വം ചെയ്താണെങ്കിൽ ഞാൻ വല്ല സോപ്പ് വെള്ളോ എണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഒഴിക്കത്തുള്ളൂ. അപ്പൊ നിനക്ക് പ്ലാൻ ഉണ്ട് ചെറുതായിട്ട്. ഒന്ന് പോടേ, രാവിലെ ഒന്നും കൂടെ ഇറങ്ങിക്കോളൂ. ചൂടുവെള്ളം വേണോ? കുതിര ചവിട്ടിയപ്പോഴത്തേക്ക് ചൂടുവെള്ളം കൊണ്ടുവന്നില്ല, അല്ലാതിരിക്കുമ്പോഴാണ് അവള് ചൂടുവെള്ളം കൊണ്ടുവരാൻ വേണം. തടവിൽ പോലും തരാതെ പോവേണം അവള്. നേരം പോലെ അമ്മയുടെ മോനെ ഒന്ന് ഉപദേശിക്കുക കേട്ടോ. എന്തിനാ? അവിടെ കണ്ട് ഒന്ന് തെന്നി വീണിട്ട് ഇപ്പൊ പറയാം ഞാൻ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയോന്ന്. അതിന് അവരെങ്ങനെയാ തെന്നി വീണേ? അവിടെ ആ മുറിക്കകത്തും കാണിച്ചിട്ട് വെള്ളം കിടന്നു, അതേ ചവിട്ടി തെന്നിയതാ. അവിടെ എങ്ങനെയാണ് വെള്ളം വന്നേ? എന്റെ അമ്മ ഞാൻ കൊണ്ട് ഒഴിച്ചൊന്നുമല്ല, ആ പിള്ളേരും എല്ലാം ഒഴിച്ചായിരിക്കും. നീ എങ്ങനെ അറിയാനാ? മാനം നോക്കി ഉപ്പരം കണ്ടല്ലേ നടക്കുന്നത്. എന്നാ പ്രായമായ ആൾക്കാരുള്ള വീടാ, ശ്രദ്ധിക്കണമെന്ന് വല്ല വിചാരമുണ്ടോ? ഒരൊറ്റ വീഴ്ച മതി, അറിയാലോ. പക്ഷേ അമ്മ ഞാൻ അവിടെ മനഃപൂർവ്വം വെള്ളം കൊണ്ട് ഒഴിക്കോ? കണ്ടാ ഞാൻ തുടച്ചു കളയത്തില്ലേ? ഞാൻ കണ്ടില്ല. കാണുന്ന കാര്യാ പറഞ്ഞ. എന്താടാ ഞാളെ പിടിച്ച് കിളിമഴയല്ലേ ഇവന് ചന്ദ്രനും പോലത്തെ മാളമ്മ. എന്താ പറയുന്നത്? അമ്മ മജാ പുത്തിരി മാളമ്മ, പട്ടില് പൊഴുത്തിന് മാളമാണ് ഇതിന് വിശുകയൊക്കെ. എന്റെ ദൈവമേ, തലയിടിച്ചാണോ വീണതാ? ഞാൻ കണ്ടില്ല, ഞാൻ ചെന്നപ്പോട് വീണെടുക്കാനും. തലയിടിച്ചാണോ തോണ വീണ? തല പിടിച്ചാ വിളിക്കണേ. അല്ല, തലയിടിച്ച് വീണാൽ ഇങ്ങനെ ഭാഷ മാറിപ്പോവോ? അമ്മ വീണിട്ട് എണീറ്റിട്ട് എന്നോട് മലയാളത്തിൽ സംസാരിച്ച മനുഷ്യനാ. നിനക്കിപ്പോ സമാധാനമായല്ലോ ആ ചെക്കനെ കൊണ്ട് ചൈനീസ് പറയിപ്പിച്ചപ്പോ. ഇത് ചൈനീസ് അല്ലമ്മ. അത് നിനക്ക് എങ്ങനെയാടി അറിയുന്നത്? ചൈനീസ് എങ്ങനെയല്ല, ചൈനീസ് എന്ത് ഭാഷയാടാ മോനെ? ഒന്നുമില്ലത്തോണ്ട് ഒന്നുമില്ല, ചെറുതായിട്ടൊന്നും ഭാഷ മാറിപ്പോയത്. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ വാ. വെള്ളം എടുക്കട്ടെ, വെള്ളം പോയി എടുത്തോണ്ട് വാടി. എടി തലയടിച്ച് വീണോ? അയ്യോ ചേട്ടാ, എന്തായാലും പറ്റിയോ? ഇതാ പ്രശ്നം, തലയടിച്ച് വീണ പിന്നെ ഈ ഭാഷയാ സംസാരിക്കുന്നത്. ഇത് സംഭവം കയ്യിൽ പോയി. നീ അടി മേടിക്കുന്ന പറഞ്ഞേ. അങ്ങ് കാണിച്ചപ്പോ എനിക്ക് മനസ്സിലായി. നീ പേടിക്കൊന്നും വേണ്ടേ? ഞാൻ പണ്ട് എയർഫോഴ്സിലായിരുന്നപ്പോഴേ നോർത്ത് ഇന്ത്യയിൽ ഇതേപോലെ ഒരു സംഭവം. സമയമല്ലാന്ന് അതെനിക്ക് മനസ്സിലായി. മോനെ തള്ളൊന്നുമല്ല, ഇത് ശരിക്കും നടന്നതാ. പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പ്ലെയിനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തലയിടിച്ച് വീണു. പിന്നെ 3 മാസത്തേക്ക് ഇതേപോലെയാ സംസാരിച്ചത്. അപ്പൊ ഇതിന് ചികിത്സ ഒന്നുമില്ല വെച്ചാ? ഇതിന് ചികിത്സ ഒന്നുമില്ല, 3 മാസത്തേക്ക് നോക്കണ്ട.
എന്തോ വിഷമം പറയാൻ തോന്നുന്നു. വിഷമം പറയാലോ ഈ സമയത്ത് സിനിമ കഥ പറയോ? ആരെങ്കിലും ഒരു പേപ്പർ എടുത്തോണ്ട് കൊടുക്കോ, എഴുതി കാണിക്കട്ടെ. ആ ഞാൻ എടുത്തോണ്ട് വരാം. ഇവനെ ഇനി ആശുപത്രി കൊണ്ടാലും പ്രയോജനമില്ലെന്നാണോ പറയുന്നത്? എടി ആശുപത്രി കൊണ്ടുപോയാലും കൂടുതൽ കുഴപ്പം ചെയ്യും. അവരെ ചിലപ്പോ മാനസിക രോഗിയാണെന്ന് വിചാരിച്ചേ അവര് സെല്ലി പിടിച്ചടയ്ക്കും, ഷോക്ക് അടിപ്പിച്ചെന്നിരിക്കും. എഴുതുത്തോണ്ട എന്താ പറയാനുള്ളേ, എഴുതി കാണിക്കാം. ഞാൻ ഇവിടെ കൊച്ചുണ്ടാണ് ni pusomo tapatrivi luku simi mama loko cheke paparbi pipu superman papa kuto cheke tate trapu mama karvi sopo trebe chakala shuma ചേടാ ഇതെന്തൊരു കൊനസ്റ്റ് പിടിച്ച അസുഖം, ഇത് എഴുതാനും പറ്റൂലേ? ജാഗ്രത പോച്ചറോ ആ വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക്. തകിമ ജഗമേ അമ്മ ഇതെന്റെ ഒരു പേടി വന്നമ്മ. ഓ പേടിക്കണ്ട മക്കളെ, തലയടിച്ച് വീണന്റെ ഒരു ഷോക്ക് കൊണ്ട് ഇച്ചിരി കഴിയുമ്പോ മാറിക്കോളൂ. എനിക്ക് തോന്നുന്നില്ല, നിങ്ങളെല്ലാരും ഈ ഭാഷ പഠിക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. അതൊന്നും മിണ്ടാറിയടാ. നിങ്ങൾക്ക് ആർക്കും തരം കാര്യം മനസ്സിലായില്ലേ? എന്താ അച്ഛമ്മ? ഇതവൻ കഴിഞ്ഞ ജന്മത്തിൽ സംസാരിച്ച ഭാഷയാണ്. കഴിഞ്ഞ ജന്മത്തില് ഓ എന്താ കഴിഞ്ഞ ജന്മത്തിൽ ഏതോ രാജ്യത്ത് ജനിച്ചതാ ഇവൻ. അന്നേരം അവിടുത്തെ സംസാരമാണ്, ഭാഷയാണ് ഈ പറയുന്നത്. അങ്ങനെയൊക്കെ സംസാരിക്കുവോ? അങ്ങനെ സംസാരിച്ചാൽ അങ്ങനെ അവിടുത്തെ ഭാഷ പറഞ്ഞൂടെ? ചങ്ങാതെ ബക്ക പുത്രബോ എന്തോ പരാതി പറഞ്ഞാന്ന് തോന്നി ഏട്ടത്തി. ആ ടോൺ കേട്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. അച്ഛാ എന്നെ മനസ്സിലായോ? ഞാൻ ആമി. കൊച്ച അങ്ങനെ ചോദിച്ചാലെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തൊന്നുമില്ല. ചിറ്റപ്പം ചോദിച്ചു കാണിച്ചുതരാം. കൊച്ചു അച്ഛന്റെ മൂച്ചലു. ആ എടാ നീ പറയുന്ന മനസ്സിലാവുന്നുണ്ട്. കേട്ടാ മാത്രമേ എടേ നീ സൂക്ഷിച്ചോ, ചിലപ്പം കഴിഞ്ഞ ജന്മത്തിലെ ഭാര്യയും മക്കളുടെയും അന്വേഷിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് മാത്രം ഒരു മാറ്റം വന്നിട്ടില്ലല്ലേ? ചേട്ടാ ഒരു പാട്ട് പാടി നോക്കൂ, ചിലപ്പോ മലയാളം കയറി വന്നാലോ? മലയാളം പാട്ട് പാടി നോക്കാം. പാട്ട് പാടി നോക്ക്. നമ്മള് സൂപ്പറല്ലേ സൂപ്പറത്തി വാ വരട്ടെ പാട്. പാടിക്കോ പാടില്ല, മലയാളം പാട്ടുവാണേ. Lagi jema magina, ligine ni magini, yugunina na magagini, nini mimi gagagana, mi sagana. Lagi jema magina, liji mama gagini. അല്ല രണ്ടുപേരെയും കൂടെ പാടി നോക്ക്, ചിലപ്പോ അങ്ങ് ശരിയാവും. Laji mama gagina, liji mama gagini. ഓ ഇതൊരു രക്ഷയില്ല. എന്റെ പിള്ളേരെ നിങ്ങൾ ഇതിന്റെ ഭാഷ അറിയുന്ന പല ബാലപാഠം മേടിച്ചു വെച്ച് പഠി, അതേ ഉള്ളൂ. ഞാനേ ഇപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവുക, ഏതോ വലിയ കാര്യങ്ങൾ വരാൻ പോവുകയാണെന്നൊരു തോന്നല്ല എനിക്ക്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ല, ഞാൻ പോവുക. അതെ ഈ കഴിഞ്ഞ ജന്മത്തിലെ ഭാര്യയോ മക്കളെയോ വല്ല ഓർമ്മ വരുന്നുണ്ടോ? Jube popper dava gaya. Samaya ko jube malle chalapa kuma ko. ചേട്ടന്റെ ഭാഷയിൽ തുരുമ്പിന് എന്ത് പറയുന്നേ? Jala bogala sama. Sama gadikke bakite. ഒന്ന് പറയട്ടെ, ഒരു അതുകൊണ്ട് ചോദിച്ചില്ലേ? ഈ പടം ഒത്തുകൂടെ പടമാക്കി കലാകാതി സൂപ്പർ ബന്ധ അടുക്കള സൂപ്പർ മാത്തെ നിമിക്കാണ് പറ്റോ നമ്മ ഞമ്മ അമ്മേ ഗൂഗിൾ പറയുന്നത് എന്താണെന്നറിയോ? ഇതുപോലെ തലയിടിച്ച് വീണ ഭാഷ മാറുമെന്ന്. അങ്ങനത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ശരി. അപ്പൊ എന്റെ കൂട്ടുകാരൻ പ്ലെയിനിൽ നിന്ന് ഇറങ്ങുമ്പോ തലയടിച്ച് വീണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നിനക്ക് വിശ്വാസമായില്ലേ? ഇല്ല. ഇതാ പറയുന്നേ, പുലി വരുന്നേന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നാല് അവസാനം ശരിക്കുള്ള പുലി വരുമ്പം ആരും കാണത്തില്ല സഹായിക്കാൻ. എന്റെ ലളിത, ഈ അസമയത്ത് നിന്റെ ഗുണപാഠം ഒന്ന് നിർത്താവോ? ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്താവോ? ചേട്ടനെ നമ്മൾ എന്ത് ചെയ്യും? അന്ന് ഞങ്ങൾ സുമംഗൽ ഷെട്ടിക്ക് വേണ്ടി അന്വേഷിച്ചപ്പോ സുമംഗൽ ഷെട്ടിയോ? അതാരാ? എടി ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു കൂട്ടുകാരൻ പ്ലെയിനിൽ നിന്ന് വീണത് സുമംഗൽ ഷെട്ടി. ഓ ആ ഷെട്ടി. ഓ ആ ഷെട്ടി തന്നെ. അന്ന് ഞങ്ങൾ സുമംഗൽ ഷെട്ടിക്ക് വേണ്ടി അന്വേഷിച്ചപ്പോ ഈ ലാട വൈദ്യന്മാരിൽ ഒരു മരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടാൽ. ആണോ? എന്നിട്ട് ഈ സുമംഗൽ ഷെട്ടിക്ക് ലാട വൈദ്യന്മാരെന്ന് പറഞ്ഞ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ 3 മാസം അലോപ്പതി ഹോമിയോപ്പതി മാറി മാറി നോക്കി, പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. എന്നിട്ട് പിന്നെ എങ്ങനെ ശരിയായത്? പിന്നെ അതേപോലെ ഒരു ദിവസം തലയടിച്ചു വിടും, അപ്പൊ എല്ലാം ശരിയായി. എന്നാ പിന്നെ ചേട്ടൻ അതുപോലെ ഒന്നുകൂടെ വീണാ പോരെ? ശരിയായില്ലേ? ഓ നിങ്ങൾ പറയുന്ന കേട്ടപ്പോ ഞാൻ ഓർത്ത് 3 മാസം ചികിത്സിച്ച് അങ്ങ് ഭേദമായി എന്ന് പറയാൻ വരുവാന്ന്. ദൈവമേ എന്റെ ചെക്കന്റെ കാര്യം. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ലാട വൈദ്യനെ പൊക്കിക്കൊണ്ടുവരും. ഇനിയിപ്പോൾ അഥവാ അത് നടന്നില്ലെങ്കിൽ നമുക്കൊരു PVC പൈപ്പ് എടുത്ത് അവൻ്റെ തലയുടെ പുറക്കിൽ നോവാത്ത തരത്തിൽ ചെറിയൊരു അടി കൊടുക്കാം, അപ്പോൾ ഉറപ്പായിട്ട് ശരിയാവും. നിങ്ങൾ
മനുഷ്യ വിളിച്ചു പറയുന്നേ? പിന്നല്ലാതെ എല്ലാം കൂടെ കുത്തിരുന്ന് അവന്റെ ഭാഷ പഠിക്കേണ്ടി വരും. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ. ഒന്ന് പോയാച്ചാ, ഇത് ചിലപ്പോ തന്നെ മാറും അമ്മേ. ഒരുപാട് രോഗങ്ങൾ ഇതുപോലെ വന്നിട്ട് തന്നെ പോയിട്ടുണ്ട്. മാറുമായിരിക്കും അല്ലേ? പിന്നല്ലാതെ പിന്നെ തന്നെ മാറുമായിരിക്കും. ഇത് തന്നെ ഞങ്ങൾ 3 മാസം സുമംഗൽ ഷെട്ടിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ ഇങ്ങനെ പിച്ചും പെയ്യും വെച്ച് എന്തൊക്കെയോ കലബല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നിവൃത്തിയിടുകൊണ്ട് ഞങ്ങൾ തുണി നനച്ചവൻ്റെ വായിക്കാത്തോട്ട് കുത്തി ഇറക്കി വെക്കുമായിരുന്നു. ചെവിതലായേക്കണ്ടേ? ചുമ്മാതാ. എന്നാലും അതേത് ഭാഷ? അത് ഭാഷയൊന്നും അല്ല. അച്ഛൻ പറയാൻ ഉദ്ദേശിക്കുന്നൊക്കെ കുഴഞ്ഞു മറിഞ്ഞ് വേറെ രീതിയിലാവുന്നതാ. ആ ശരിയാ, തലയ്ക്കകത്ത് എന്തോ ഷോർട്ട് സർക്യൂട്ട് ആയതെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷെ അച്ഛൻ പറഞ്ഞത് അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇത് മിക്കവാറും പഴയ കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിലെ ഭാഷയാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊന്നും ആയിരിക്കാൻ ചാൻസ് ഇല്ല. സ്കൂൾ ഉണ്ടെങ്കിൽ അച്ഛനെയും കൂട്ടി പോയി ഷോ കാണിക്കായിരുന്നു. ഷോയോ? ആ, ആർക്കും അറിയാത്ത ഭാഷ എന്റെ അച്ഛനറിയാവുന്നുണ്ട്. അടിപൊളി. അതാവുമ്പോ കല്ല് മറക്കി ഇറങ്ങി വിട്ടാനെ. നമുക്ക് ചിറ്റപ്പനെയും കൂടെ തള്ളിയിട്ട് നോക്കിയാലാ? അഥവാ ചിറ്റപ്പൻ അങ്ങനെ ആവുകയാണെങ്കിൽ അച്ഛൻ്റെ ഒരു കൂട്ടാവുമല്ലോ. പറയല്ലേ നീ കേട്ടോ. നാത്തു ഒരു പ്രശ്നമുണ്ട്. അച്ഛൻ പറഞ്ഞില്ലേ 3 മാസം കൊണ്ട് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ശരിയായിന്ന്. അത് പക്ഷെ തനിയെ ശരിയായതല്ല, ചികിത്സിച്ച് നേരെയാക്കിയതായിരിക്കും. പിന്നെ അല്ലാതെ എങ്ങനെയാണ് ശരിയാവുന്ന ഉറക്കം? ഒന്ന് പോടാ ദുർബേ. അയാൾ വീണ്ടും അതേപോലെ ഒന്നുകൂടെ വീണപ്പോഴാ റെഡിയായെന്ന്. അയ്യോ, ആഹാ, എന്നാ പിന്നെ എളുപ്പമായി. ചേട്ടനെ കാലി കഴിക്കുന്നതിന് ഞായിട്ട് പൈസ ഒന്നും തരണ്ട. എന്തോ ചിറ്റപ്പ, വാക്കല്ലാതെയാണ് വീണ് കഴിഞ്ഞാൽ ഉള്ള സംസാരം കൂടി പോകും. ഈ സംസാരം നിൽക്കുന്ന തന്നെ നല്ലത്. എന്തുവാടാ? പിന്നെ ചേട്ടത്തി വേറെ വഴി പറ. അച്ഛൻ എന്തായാലും ഒരു ലാട വൈദ്യനെ കാണാൻ പോയിട്ടുണ്ട്. ഏത് ചാട വൈദ്യൻ? ജാട അല്ലടാ പൊട്ട, ലാട. ഓ അങ്ങനെ. അല്ല, ഈ ലാടവൈദ്യന്റെ കയ്യിൽ മരുന്നുണ്ടെന്ന് പറഞ്ഞോ? ഉറപ്പൊന്നുമില്ല, പക്ഷെ ഒരു പ്രതീക്ഷയുണ്ട്. ഓ എന്റെ ദൈവമേ, മരുന്ന് കിട്ടിയാ മതിയായിരുന്നല്ലേ. ഈ നേരത്തെ എന്റെ ബന്ധുക്കളും എല്ലാം അങ്ങോട്ട് കേറി വന്നു കഴിഞ്ഞാൽ നാണം കിട്ടും. ഓ അത് ശരി. ചേട്ടത്തിക്ക് ഇപ്പൊ അതാണല്ലേ വിഷമം. ആ ഒരു സാധ്യത ഓർത്തപ്പോ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എന്തായാലും ചേട്ടൻ ഇനിയും മിണ്ടല് ഈ ഭാഷ നിർത്തിയില്ലെങ്കിലേ അച്ഛൻ നനഞ്ഞ തുണി വായിൽ കുത്തി കയറ്റി വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും വേണ്ടി വരും. അയ്യോ വേണ്ട, അച്ഛൻ പാവാ. ഇല്ല മോളെ, അപ്പൂപ്പൻ ചുമ്മാ പറഞ്ഞ തുണിയൊന്നും കുത്തിക്കയറ്റി വെക്കല. എനിക്ക് തോന്നുന്നില്ല. ഡീ, ഇവനെ എങ്ങോട്ടെങ്കിലും വിളിച്ചോണ്ട് പോടി. ഒന്ന് മിണ്ടായിരുന്നേ സുമേ. നാത്തു ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളാണല്ലേ. വിഷമിക്കണ്ട, എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും. ചേട്ടത്തി എന്താ അടുത്ത് വിഷമിച്ചിരിക്കുന്നത്? ഞാനേ SLCക്ക് തോറ്റു. അതുള്ളതല്ലേ. Jiko sobo garai. Check it out. ഞാനോ? Paint bosa. Tabo. Diga. ഇതെന്തു പറ്റി? Sharaya min safriyahu. പൈങ്കിളി, Shali. സുമേഷേ, ഡാ. Chibere. Chibere. ഡീ, ഇത് കണ്ടോ? ഭയങ്കര സപ്പോർട്ട്. ഇതെന്താ പറ്റിയേ? ഭാഷ മാറിപ്പോയെങ്കിലും ആളൊക്കെ നന്നായി തോന്നും കേട്ടോ. ആണോട്ടാ? 100 രൂപ എടുത്ത്. Never so one. Ako chung me je handa bedre. Kapo. Piti da botto. Check it. Cheda. എന്റെ ദൈവമേ ഉള്ളതാട്ടോ. ഈ ഉത്തമനല്ലത് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഒരു 100 രൂപ തരുമോ? Nova. Naka cheda sima. Rupu tupero ma ka chemona. Namo ni se pa kinla wala indapsima. Oh, thank. എന്റെ ദൈവമേ, ആരെങ്കിലും തറയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അച്ഛനോട് തല തറയിട്. അടിപൊളി പരിപാടി. No idea. Kupo traba. Na. Ivo Chibogo. ചോദിക്കാതൊക്കെ പൈസ തരും. Fabrica. Chaga. ഇതെനിക്ക് തന്നത്. നിനക്ക് തന്നില്ലേ? പിന്നെ ഇതെന്ത് പിള്ളേരെ കിട്ടിയടാ, മരുന്ന് കിട്ടി. ഞാൻ കഷ്ടപ്പെട്ട് ഒപ്പിച്ചെടുത്ത് കേട്ടാ. എന്ത് നിങ്ങൾക്ക് ആർക്കും ഒരു സന്തോഷമില്ലാത്ത പോലെ? അല്ല, അതല്ല അച്ഛാ, ഇപ്പഴേ മരുന്ന് കൊടുക്കണോന്നാ. അയ്യോ, അവന്റെ ഭാഷ തിരിച്ചു കിട്ടണ്ടേ? അച്ഛ ഇപ്പൊ ഭാഷ മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയുള്ള കാര്യത്തിൽ ഈ ഉത്തമന അടിപൊളി. നിങ്ങൾ എന്തുവാ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ ചേട്ടൻ 100 രൂപ ചോദിച്ചു നോക്കി. ബെസ്റ്റ്. എന്നിട്ടാണോ മനസ്സിലാവാത്ത ഭാഷയിൽ എന്നെ അതും ഇതൊക്കെ വിളിച്ചു പറയാൻ? ഒന്നും പറയില്ല, അച്ഛനൊന്ന് ചോദിച്ചു നോക്ക്. ഓടിയോടുന്നു ചോദിക്കച്ചാ, ചോദിച്ചു നോക്ക്. ചോദിക്കല്ലേ? ധൈര്യമായിട്ട് ചോദിക്കും. ഉത്തമ, Chapatake അതെ പിന്നെ Che, ഒരു 100 രൂപ തരുമോ? bro. Take. 100. Chavo. Sefer ni. Dekor. Boxer. അയ്യോ, ഇതെന്തോ ഇത്? Dekor. Chicken ba. എന്റെ ഉത്തമ, Mohode. ഇപ്പഴാടാ Flexava. ഇപ്പഴാടാ എന്റെ പോരായത്.
അയ്യോ 100 ചോദിച്ചപ്പോ 200 തന്നു. ഇതാ ഞങ്ങള് പറഞ്ഞത് മരുന്ന് തൽക്കാലം. അയ്യോ തൽക്കാലത്തേക്കല്ല, ഇനി കൊടുക്കേ വേണ്ട. ഉത്തമ ഒരു 500 രൂപ തരൂ. Berje baba krudo bije frey. Logo mashi takfu bakare. Vege boxtramawa achiko dikne. Isne khala. ATM ന്ന് എടുത്താലേ ഇനി പൈസ ഉള്ളൂ, കൈ കാശില്ലാന്ന്. അയ്യോ മതി, അത് മതി. Berje baba krudo bije frey. സന്തോഷാടാ. Ya raya min safar ya wil ya bijli. Shalil dumuladar ya livi hablu kabli. ഒരു മീൻ പോയി, രണ്ടാമത്തെ മീൻ പോയി, 3 മീൻ പോയി, 4 മീൻ പോയി, അഞ്ചാമത്തെ മീൻ പിടിച്ചേ. അയ്യോ പോയി, 2 മീൻ പോയി. മക്കളെ, നിങ്ങൾ ഈ അച്ഛന്റെ ഭാഷ ഒന്ന് പഠിക്കണം, എന്നിട്ട് അത് അമ്മയ്ക്കും കൂടെ പഠിപ്പിച്ചു തരണം. അപ്പൊ അച്ഛന് നേരാവൂലേ? ഇല്ലായിരിക്കും. എന്താ അമ്മയ്ക്ക് ഒരു സന്തോഷം? ഇടി അതല്ല, ഇത്ര വലിയൊരു വീഴ്ച വീണിട്ട് അച്ഛന് വേറൊന്നും പറ്റിയില്ലല്ലോ. ഈ ഭാഷയ്ക്ക് ഒരു ചെറിയ പ്രശ്നം അതല്ലേ ഉള്ളൂ, അതുകൊണ്ട്. Ipo koso pakru vishe haplu holo. കണ്ടോ, മുമ്പത്തെ കഴിഞ്ഞ അച്ഛന് നല്ല സന്തോഷം തോന്നില്ലേ? സന്തോഷം സന്തോഷം അല്ലേ? Tipo nobi karbe. അതാണ്. Nobi karbe. ആ ഭാഷ ഞങ്ങൾ എങ്ങനെ പഠിക്കും? ഇടി അത് സിമ്പിളാ. ആ മലയാളത്തിന്റെ ഡിക്ഷണറി ഇല്ലേ, ആ ഡിക്ഷണറി എടുത്തിട്ട് അവിടെ വെച്ചിട്ട് അച്ഛനോട് ഇങ്ങനെ ഓരോ വാക്കുകളായിട്ട് പറയണം. അപ്പൊ അച്ഛന്റെ ഭാഷയിൽ അതിനെന്താ പറയുന്നതെന്ന് അച്ഛൻ പറയും. അപ്പൊ നീ അത് എഴുതിയെടുക്കണം. Sipi kile be. Na buko sipi kalo debo. Na bela fushoma de kala ishime. Istuba. Iko le ba tama. ഇപ്പൊ എന്താ പറഞ്ഞേ? Ikli le ba na psimugo. Na ba garudo mo di silavo. Istwe palogum. Tiglo la ba. അതെന്താന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നമുക്ക് ഉടനെ മനസ്സിലാവില്ല, നമ്മള് ഭാഷ പഠിക്കുമല്ലേ. Ah. മനസ്സിലാവും നമുക്ക്. എടി ആശേ, ആശേ എന്തുവാടി ഇത്? ഇതാണ് പുതിയ ഉത്തമൻ. അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? നമ്മൾ ഈ ഭാഷ ഒന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ, ഇതുപോലൊരു ഉത്തമനെ നമുക്ക് ഈ ജന്മത്തിൽ കിട്ടത്തില്ല. ആ അമ്മ പറഞ്ഞ വിശ്വസിക്കില്ല. ഇത് എന്താ അറിയോ, എനിക്ക് പെയിന്റ് ചെയ്യുന്ന ക്യാൻവാസും ബ്രഷും എടുത്ത് തന്നിട്ട് എന്നോട് വരയ്ക്കാൻ പറഞ്ഞു. Na ba garo. ആ അതന്നെ. Nikko stiglo nalla bado korchum pona. പിന്നെ അച്ഛനും പൈങ്കിളി സുമേഷും അവർ ചോദിച്ചിട്ടും ചോദിക്കാതെ ഒക്കെ ആയിട്ട് കയ്യിലിരുന്ന പൈസ മൊത്തം എടുത്തു കൊടുത്തു. അച്ഛനും കൊടുത്തോ? ആ അച്ഛനും കൊടുത്തു. ഞെട്ടിയില്ലേ? ഭയങ്കരം. ഇനി അമ്മയ്ക്ക് എന്തൊക്കെ തരുമെന്ന് ആർക്കറിയാം. എന്നാലും തലയടിച്ചു വീണ ഇങ്ങനെയൊക്കെ സംഭവിക്കോ? Ribadigo jagala usumege. Logo rumase. Tambak bagadu ke jegale. ഇവൻ എന്തോടി ഇപ്പൊ പറഞ്ഞത്? അതിപ്പോ നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ഉടനെ നമുക്ക് മനസ്സിലാവുമ്പോ ഞാൻ പിള്ളേരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ഭാഷ പഠിക്കാൻ. പഴയ ഉത്തമനോ? ആ പഴയ ഉത്തമൻ നമ്മളിപ്പോ തൽക്കാലം മരുന്ന് കൊടുക്കണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ഉത്തമൻ എനിക്ക് ഇഷ്ടമായമ്മ. അപ്പൊ മരുന്ന് കൊടുക്കണ്ട അല്ലേ? അത് ശരിയാ, മറ്റവനേക്കാളും കൊള്ളാം ഇവൻ. രാധൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പകൽ പോലെ. Etrigastane Chadri Bostono. ദൈവമേ, ഈ അസുഖം മാറാതിരുന്നാ മതിയായിരുന്നു. Actually, Suputru Bona. Labrador kiss me. Ara. Enemy Janibi Kortrubo. എനിക്ക് ഫുള്ളായിട്ടൊന്നും മനസ്സിലായില്ല, പക്ഷെ കേൾക്കാനൊരു സുഖമുണ്ട് കേട്ടോ. That's you. എടാ ഉത്തമ, നീ നന്നായെന്ന് പറഞ്ഞിട്ടുള്ളതാണോ? ആ നേരാച്ചമ്മ, ഇത് കണ്ടോ, എനിക്ക് ചായ ഒക്കെ ഇട്ടോണ്ട് തന്നു. അപ്പോഴേ ഇവൻ കഴിഞ്ഞ ജന്മത്തൊരു കണ്ണിച്ചോരയുള്ളവനായിരുന്നു. കുഞ്ഞുണ്ണിക്ക് 100 രൂപ വെച്ചപ്പോഴേ 200 രൂപ കൊടുത്തെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഞെട്ടി കിടുങ്ങിപ്പോയി. ഇതേ ഒരു ഞെട്ടല് മാറിയിട്ടില്ല. Vale, bigabona. Stubon. Napaligo, Dibigana. Napaligel. അതെ അതെ കൊടുക്കണം. Dibono moa. Pekilia. Asho. Druboko. Druboko. No, no. Bokile. Takle. ഓക്കേ ഓക്കേ. കഴിഞ്ഞ ജന്മത്തെ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടോ ഉത്തമ? Enjoto. ഓ Nalbushi. Dukurosu. Sinabono. Su. Actually, solo. Yeah, Lucine. And be
Dubele, Sakari, Mukudu. Arabi, Suma, Louis Video, I shall. The parts of me. കരയണ്ട പോട്ടെ. ഇനി അവൻ കഴിഞ്ഞ ജന്മത്തെ ഭാര്യയും മക്കളെ കുറിച്ചാണോ ഈ പറയാം? അവരെയാണ് ഓർമ്മ അവനിപ്പോ. ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഈ ജന്മത്തിലൊരു പുനർജന്മം കിട്ടിയപ്പോൾ ആള് നന്നായല്ലോ, എനിക്ക് അത് മതി. അതെ, പിന്നെ ഈ ഡെമോ കാണിക്കാൻ വേണ്ടി കൊടുത്തത് ഓക്കെ, പക്ഷെ ഈ സുമേഷും അച്ഛനും ചോദിക്കുമ്പോ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന ശീലമൊന്നും വേണ്ട കേട്ടോ. നീ കൊള്ളാരടി, നന്നായനെ വീണ്ടും ചീത്തയാക്കാൻ തുടങ്ങുന്നു. കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ അച്ഛനും സഹോദരങ്ങൾക്ക് വലിയ കൊടുത്തത്. അച്ഛമ്മയ്ക്ക് അവരുടെ സ്വഭാവം അറിയത്തില്ലേ, ഒന്ന് കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കും. അങ്ങ് വാരിക്കോരി കൊടുക്കുമായിരിക്കും. ആ 이 말그대로 뭐 아이 말그 좀 먹고 막 이봐 내가 어쩌 ആ ശരി ശരി, അത് മതി അത് മതി. എന്തായാലും കൊള്ളാം, നന്നായല്ല, അത് മതി, നന്നായിരിക്കട്ടെ. 제발이 구마레 나버리 기체레 사크림멜레 അയ്യോ, പതുക്കെ, 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 പതുക്കെ. അയ്യോ, പതുക്കെ. 사프리 군저레 എനിക്ക് വയ്യ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കേക്കിന്റെ ബിസിനസ് തുടങ്ങിയാലെന്ന് ആലോചിക്കുന്നുണ്ട്. എനിക്കൊരു ഓവൻ മേടിച്ചു തരുമോ? 다뿌리고 രണ്ടോ? 아자 리뷰 아래비치게면 아빠리 아빠리고 띠뿌리고 따뿌리고 따르기 부르고 따르기 ആ മനസ്സിലായി മനസ്സിലായി. മേടിച്ച് തരുമെന്ന് തന്നെയാണല്ലോ അല്ലേ പറഞ്ഞേ? അയ്യോ എനിക്ക് വയ്യ. എവിടെ ആരുണ്ട്? പൊട്ടിയാ? സാരമില്ല, ഞാൻ വേണമെങ്കിൽ ഞാൻ മുറിവെണ്ണ എടുത്തോണ്ട് വന്ന് തിരുമ്മി തരാം. 야라 야필야가 야그르가도 야그르가들이 샤르는 몰라바들 야빌루 아블루블 가브리 야라 야필야야그르가들이 샤르는 몰라바들 야빌루 아블루블 가브리 나지드카들이 미리겨 보소미니 야피니카도르 오주드카들이 미니우 피스티 아파예 아주 야드르가들이 저는 보수어 빨리 가이게 되기를 넘보러 가들이 야나야나나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 naനാ എന്റെ ദൈവമേ, മലയാളം സംസാരിക്കുന്ന ഉത്തമനായിട്ട് തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു. ഭഗവാനെ 100 തേങ്ങ ഉടച്ചോളാമേ. അല്ല, ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാ മതിയോ? ചേട്ടനെ വിളിച്ചോണത്തണ്ടേ? ഉത്തമ മക്കളെ, ഉത്തമ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് അവിടെ എവിടെ കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാലെന്ന്. നശിപ്പിച്ച്. അതെ, മേടിച്ചു തരാന്ന് പറഞ്ഞ ഓവന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? തലയിടിച്ച് കിടന്നപ്പോ ഏത് ഓവൻ? ഞാൻ പോടും. അച്ഛാ PVC എടുത്താ ഞാൻ ചേട്ടനെ തലക്കിട്ട് അടിക്കാം. മിണ്ടാതിരിക്കട്ടെ ചെറുക്ക. മോനെ, നിനക്ക് അമ്മയുടെ മുഖം ഓർമ്മയുണ്ടോടാ? അമ്മ ഓർമ്മിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നിനക്ക് കഴിഞ്ഞ ജന്മത്തെ കാര്യം ഓർമ്മയുണ്ടോ? നിങ്ങൾ ഇതൊക്കെ എന്തോന്ന് പറയണേ? അതൊക്കെ വിശദമായിട്ട് പിള്ളേർ പറഞ്ഞു തരും കേട്ടോ. വാടേ
ഇനി ഇവിടെ നിന്നിട്ട് എന്തോ കാര്യം? ഉള്ള പൈസയൊക്കെ ഊറ്റിയെടുക്കാന്ന് വിചാരിച്ചതാണ്. അതിനിടയ്ക്ക് മറിഞ്ഞടിച്ചെന്ന് വീണേക്കണ്. ചേട്ടാ 100 രൂപ വരും. അവിടുന്ന് എല്ലാത്തിനും എന്തോന്ന് ഒട്ടായ അന്ന് അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ എനിക്ക്. ഞാനെങ്ങനെ അറിയുന്നേ?